ഇന്നത്തെ വിശേഷത്തിൽ നമ്മുടെ കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചോറെടുത്തിട്ടുണ്ട്, പിന്നെ മീൻകറി. മീനെന്ന് പറഞ്ഞാൽ അയിലക്കൊഴുവ, മാങ്ങയിട്ട് വെച്ച അയിലക്കൊഴുവയാണ്. പയർ തോരൻ, ചുമന്ന ചീരത്തോരൻ, ചമ്മന്തി, മുരിങ്ങയ്ക്ക തോരൻ. മുരിങ്ങയ്ക്ക നമ്മൾ ചീന്തിയൊന്നും എടുത്തില്ല, ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തേങ്ങയും സവാളയൊക്കെ ഇട്ട് വെച്ച മുരിങ്ങയ്ക്ക തോരൻ. പിന്നെ അത് അപ്പുറത്തുനിന്ന് കൊണ്ട് തന്നതാണ് കേട്ടോ. ഈ ചീരയും ചമ്മന്തിയും ചീരയും പയറും അപ്പുറത്തുനിന്ന് തന്നു. ഇന്ന് പിന്നെ കടലക്കറിയും കൂടെ അപ്പുറത്തുനിന്ന് തന്നതാണ്. ഇവിടെ ഒന്ന് മുരിങ്ങയ്ക്ക തോരനും മീൻകറിയും ഉള്ളായിരുന്നു. ചേട്ടനൊന്നുമില്ല, ചേട്ടന് നെടിയാണിക്കൽ അമ്പലത്തിൽ ഉത്സവമുണ്ട്, അവിടെ ഓഫീസിൽ നിന്നും കൊണ്ട് ഊണുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ കറികളൊന്നും വെച്ചില്ല, ഇത്രയും കറികളേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് നിന്നപ്പം കറി ഏറെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ. പിള്ളേരെല്ലാം വെളിയിരിപ്പുണ്ട്. ചോറിനിട്ട് ഞങ്ങൾ ഇതിപ്പോൾ ഇനി മോക്കെടുത്ത് വെച്ചതാണ്, എനിക്കെടുത്ത് വെച്ചത്. ഞങ്ങൾ എല്ലാം ഒരു പാത്രത്തിൽ വെച്ചാണ് കഴിക്കുന്നത്. അപ്പം പാത്രം കഴുകേണ്ട, എളുപ്പവും കഴിക്കാൻ എളുപ്പം. കുറച്ച് ചോറല്ലേ ഉള്ളൂ. ഇപ്പം കറികളെല്ലാം വെക്കുമ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോൾ തന്നെ വയറ് നിറയും. അപ്പം കുറച്ച് ചോറേ നമ്മൾ കഴിക്കത്തുള്ളൂ. പല പാത്രത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും ചോറ് കുറേ കഴിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ എടുക്കുവാണെങ്കിൽ നമുക്ക് ചോറും കുറയ്ക്കാം കേട്ടോ. നമ്മൾ ജീരകം കഴുകി വെയിലത്തിട്ടതാണ്. ജീരകവും ഉലുവയും ഉണങ്ങിയിട്ടുണ്ട്, നമുക്ക് എടുക്കാം.